ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് ആകെ പരവേശപ്പെട്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അകത്തേക്ക് കയറി വന്നിട്ട് സിസ്റ്ററോട് ചോദിക്കാൻ പോവാട്ടോ. അപ്പോൾ സിസ്റ്റർ ഇത്തിരി തിരക്കിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് നമ്മുടെ മീനാക്ഷി വിളിക്കുകയാണ്. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ആനന്ദേട്ട ഇവിടെ എത്തിയോ? ഞാനിവിടെ എത്തിയിട്ടുണ്ട്. മീനാക്ഷി നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട് ആനന്ദേട്ട, ഇങ്ങോട്ട് നോക്കിക്കേ എന്നും പറഞ്ഞ് കൈ കാണിക്കാൻ കേട്ടോ. അപ്പോഴാണ് ആനന്ദ് മീനാക്ഷിയെ കാണുന്നത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഓടി വരുവാണ്. കയ്യിലാണെങ്കിൽ 2 കവറും ഉണ്ട്. അപ്പോൾ എന്താ മീനാക്ഷി ഈ സംഭവം? എന്തിനാ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്? എന്താ കാര്യം? അല്ല ആനന്ദേട്ടാ, ഞാൻ പറയാവുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ കാര്യം പറ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അതല്ലെന്നേ, നമ്മുടെ ദേവി ചേച്ചി ഒന്ന് വീണു. എന്ത്? ദേവി വീണെന്നോ? അതെ. എങ്ങനെ വീണു? അല്ല അതെ, നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തെന്നി വീണിരുന്നു. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഞ്ഞിന് ഒരു പ്രശ്നമില്ല. ഇത് കേട്ടപാട് നമ്മുടെ ആനന്ദ് എനിക്കിപ്പോൾ തന്നെ ദേവിയെ കാണുമെന്ന് പറഞ്ഞ് ഓടാട്ടോ. അയ്യോ ആനന്ദേട്ടാ, ഓടല്ലേ, സമാധാനപ്പെട്. ഇല്ല, നീ എൻ്റെ കൈ വിട്ടെ, ഞാൻ അങ്ങോട്ട് പോട്ടെ. എൻ്റെ ദേവിയെ കാണണം. ദേവിയെ എടുത്തി കാണാനൊന്നും പറ്റത്തില്ല. എടുത്തി അകത്തോ? അതെന്താ അങ്ങനെ നീ പറയുന്നത്? അതെ. അല്ല എടുത്തി ഐ സിയുല അത്രയ്ക്ക് സീരിയസ് ആണോ? അതല്ല, ചെറുതായിട്ട് കുറച്ചൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കുഞ്ഞിന് ഒരു പ്രശ്നമില്ല, സമാധാനപ്പെട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഐ സിയുലാണെന്ന്, ഡോക്ടർമാർ നോക്കുകയാണ്. അത് നമ്മുടെ അകത്ത് കയറ്റത്തില്ല. പിന്നെ ദേവി, എനിക്ക് ദേവിയെ കാണണം. മീനാക്ഷി പറയുന്നത് എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിന് എന്തോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല ആനന്ദേട്ടനൊന്ന് നിൽക്ക്. എടുത്ത് സേഫാണ്. വെറുതെ ആനന്ദേട്ടൻ പാനിക്കാവാതിരുന്നാൽ മാത്രം മതി. ആനന്ദേട്ടന് ഡോക്ടറെ കാണണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുപോകാം, കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദിനെ പിടിച്ച് വലിച്ച് അവിടെ കൊണ്ടിരുത്തുകയാണ് കേട്ടോ മീനാക്ഷി. ആനന്ദ് ആകെ വെപ്രാളവും പരവേശനവും ഒക്കെ ആയിട്ടും ഹോസ്പിറ്റലിൽ കിടന്ന് ആകെ ബഹളം ഉണ്ടാക്കണം. പക്ഷേ മീനാക്ഷി പിടിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് ഡോക്ടറെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഐ സിയുവിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. കയ്യിലാണെങ്കിൽ കവറും ഉണ്ട് കേട്ടോ നമ്മുടെ. എന്നിട്ട് പാവം ആനന്ദിനാകെ സങ്കടമായി. ആനന്ദ് പതുക്കെ ആ കവറെടുത്ത് തുറന്ന് അതിനകത്തുനിന്ന് കുഞ്ഞുടുപ്പെടുക്കുകയാണ് കേട്ടോ. ഇന്ന് സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ കൊണ്ട് കാണിക്കാനും നമ്മൾ കുഞ്ഞിനിടാനുള്ള ഉടുപ്പുകളെല്ലാം വാങ്ങി ദേവിയെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതെല്ലാം എടുത്തു വെച്ച് നോക്കി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് മീനാക്ഷിക്കും സഹിക്കാനാവണില്ല കേട്ടോ. അങ്ങനെ അവർ ആശുപത്രി തന്നെ ഇരിക്കുകയാണ്. ഐ സിയുന് അതൊന്ന് ഡോക്ടർ ഇറങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ബാലൻ അകത്ത് നമ്മുടെ റൂമിൽ അങ്ങനെ നിൽക്കുകയാണല്ലോ, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാലൻ്റെ ആദ്യത്തെ ഷോക്ക് തന്നെ ആലോകിനെ കണ്ട് മരിച്ചു കിടക്കുന്നതെന്ന് അറിയുമ്പോഴാണ്. അനുമോളാണെങ്കിൽ നിർത്താതെ കരച്ചിൽ. സുഗന്യയും ആകെ പേടിച്ചിരിക്കാൻ കേട്ടോ. അവസാനം കുറേ ആലോചിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലൻ അവിടെ ഇരുന്ന്. എന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം അനുമോളോടാണ്. ഇവൻ എന്തിനാണ് നിൻ്റെ റൂമിൽ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനുമോൾ ആകെ പകച്ചു പോയിട്ടോ. ദൈവമേ, എന്ത് പറയാനാ. എന്നിട്ട് ബാലൻ അവിടെ നിന്ന് ചാടി എണീറ്റ് ദേഷ്യത്തോടുകൂടി അനുമോളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. നിന്നോടാണ് ഞാൻ ചോദിച്ചത്, ഇവൻ എന്തിന് നിൻ്റെ റൂമിൽ വന്നു എന്നാണ് എനിക്കറിയേണ്ടത്. അനുമോൾക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റണില്ല കേട്ടോ, പൊട്ടിക്കരയാണ്. അപ്പം എടി, നീ നിന്ന് കരയുന്നോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും? എന്തിനാടി ഇവൻ നിൻ്റെ റൂമിൽ വന്നത്? പറയടി. പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അനുമോളുടെ കവളത്തിൽ ഒരൊറ്റ അടി അങ്ങോട്ട് ബാലൻ കൊടുക്കുകയാണ്. അങ്ങനെ കവള് പൊത്തി വെച്ച് ഭയങ്കരമായിട്ട് പൊട്ടി കരയുമ്പോഴത്തേക്കും ബാലന് കാലി തീരുന്നില്ല. പല്ല് കടിച്ച് വെച്ച് അടുത്ത അടി കൊടുക്കാട്ടോ. അങ്ങനെ അനുമോൾക്ക് കാലി തീരണവരെ മാറിയും അടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനടി ഇവനെ പോലുള്ള ഒരുത്തൻ നിൻ്റെ മുറിക്കകത്ത് കയറിയെന്ന് എനിക്കറിയണം. വാ തുറന്ന് പറയടി. നീ പറയില്ല അല്ലേ? പറയടി. ഞാൻ നിന്നെ വിശ്വസിച്ചതല്ലേടി, എന്നിട്ട് നീ എന്നെ ചതിച്ചല്ലേ? പറ, എന്നെ നീ ചതിക്കാൻ നിനക്ക് എങ്ങനെയടി തോന്നിയത്? പറയടി എന്നും പറഞ്ഞ് ശരിക്കും അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പിന്നെ നമ്മുടെ കുറച്ച് നേരമൊക്കെ കേട്ടോണ്ടിരുന്നെങ്കിലും നമ്മുടെ ഗോമതിക്ക് അതൊന്നും സഹിക്കാനാവില്ല. ഗോമതി ഓടി വന്നിട്ട് പറയാം, ബാലേട്ടാ പ്ലീസ് അടിക്കില്ലേ, നിർത്ത്, ഇനിയൊന്നും ചെയ്യല്ലേ അവളെ ബാലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഓടി ചെല്ലാണ് കേട്ടോ. അപ്പം മിണ്ടിപ്പോകരുത്, നീ ഇവളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? പറയാൻ. അപ്പോഴത്തേക്കിനും നിൻ്റെ നോട്ടക്കുറവ് കൊണ്ടിൻ്റെ ഫലം മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബം മുഴുവനും അനുഭവിക്കാൻ പോകുന്നത് പറഞ്ഞ് ഗോമതിക്കും കൂടെ കുറേ വഴക്ക് കൊടുക്കാനുണ്ട്. അയ്യോ അങ്ങനെ പറയല്ലേ ബാലേട്ടാ, ഇതിപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല ഈ കാര്യം. അയ്യോ നമ്മുടെ കുടുംബം തകർന്നില്ല. അങ്ങനെ ബഹളം വെച്ച് നാട്ടുകാരെയൊന്നും അറിയിക്കില്ലേ? നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അനുമോളുടെ മുറിയിൽ നിന്നാണ് അലോക് പിടിക്കപ്പെട്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഭാവി ജീവിതം എല്ലാം പോയില്ലേ. അതുകൊണ്ട് ആരും അറിയുന്നില്ല. ബാലേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്.
ഇപ്പോൾ നമ്മുടെ ദേവിമോള ആശുപത്രിയിലാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ പോലും അപകടത്തിലാണ്. കുഞ്ഞ് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അത്രയും കൂടെ കേൾക്കുമ്പോൾ തന്നെ ബാലനാകെ തകർന്നു കൊണ്ട് കേട്ടോ. അപ്പോൾ കാത്തിരുന്ന് നമ്മുടെ പേരക്കുട്ടിയെ നമുക്ക് കിട്ടുമോ അറിയില്ല. ഈശ്വര, ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയൊക്കെ കരകയറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനിടയിൽ കൂടെ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൈയും കാലും ഒക്കെ വിറയ്ക്കാണ് ബാലേട്ട. നമുക്ക് ബാലേട്ട മാത്രമേ ഉള്ളൂ ഒരു തുണ. എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എല്ലാം എല്ലാവരുടെ ജീവിതവും എല്ലാം ഇല്ലാതാവും എന്ന് പറഞ്ഞ് ഗോമതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാൻ കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ബാലനും കുറേ ആലോചിക്കാൻ കേട്ടോ, ഇനി എന്താ ചെയ്യുക. പക്ഷേ അനുമോളെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ട് വീണ്ടും വീണ്ടും. അനുമോളാണല്ലോ ഇത് അത്രയും വരുത്തി വെച്ചത്. അതിന് ഒത്താശ ചെയ്ത് കൊടുത്തത് സുകന്യാണെന്നേ ഉള്ളൂ. സുകന്യയ്ക്ക് പേടിയുണ്ട്, സുകന്യ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ആരെങ്കിലും അറിയുമെന്ന്. അങ്ങനെ സുകന്യ പേടിച്ച് പറിച്ച് മാറി നിൽക്കുകയാണ്. അവസാനം ഗോമതി അടുത്തേക്ക് വന്നിട്ട് ബാലനോട് പറഞ്ഞിട്ട്, ബാലേട്ടാ, മീനു ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവൻ എന്നെ കൊല്ലാൻ നോക്കിയപ്പോൾ മീനു ആണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയൊരു അബദ്ധം മാത്രമാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. മീനുവിന് വേണ്ടി ഈ ഒരു കുറ്റം ഞാൻ ഏറ്റെടുത്താലോ? വേണ്ട എന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് കൈയെടുത്ത് കാണിക്കണം കേട്ടോ. വേണ്ട, അങ്ങനെ നീ ആ കുറ്റം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പിന്നൊരു കാര്യം, ഇപ്പോൾ ഈ കൊലപാതകം നടന്നത് മീനുവിൻ്റെ കൈ കൊണ്ടാണെന്നുള്ള കാര്യം നമ്മളല്ലാതെ ഇനി ഒരാൾ അറിയരുത്, മനസ്സിലായല്ലോ എന്നിങ്ങനെ ഗോമതിയോട് പറയാട്ടോ. അതും കഴിഞ്ഞ് അനു അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനുവിനോടും പറയുന്നുണ്ട്, പറഞ്ഞ കേട്ടല്ലോ നീ. എന്നിട്ട് നേരെ സുകന്യയുടെ അടുത്തേക്ക്. സുകന്യയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സമാധാനമായി. എന്ന് വെച്ചാൽ സുകന്യ ഈ കുറ്റത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ടാണ്. സുകന്യയുടെ അടുത്തേക്ക് വന്നിട്ട് ബാലൻ പറയുന്നുണ്ട്, കൃഷ്ണമംഗലത്തുള്ള ആരോടെങ്കിലും ഈ ഒരു കാര്യം നീ പറഞ്ഞാൽ അറിയാമല്ലോ, ഇനി അവർ ചിലപ്പോൾ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചിലപ്പോൾ നിന്നോട് ചോദിക്കും. എന്നാൽ പോലും മീനാക്ഷിയുടെ പേര് നീ ഒരിക്കലും പറഞ്ഞു പോകരുത്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് കൈയെടുത്ത് അങ്ങോട്ട് ചൂണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വായിൽ നിന്ന് മീനുവിൻ്റെ പേരെങ്ങാനും വീണ് പോയാൽ ഇത്രയും പറയാൻ. അയ്യോ ഇല്ല ഇല്ല ബാലേട്ടാ, ഒരിക്കലും ഞാൻ മീനുവിൻ്റെ പേര് പറയില്ല, ഒരിക്കലും പറയില്ല. പേടിച്ച് സുകന്യ അങ്ങനെ ബാലൻ പറയണതിനങ്ങ് അനുസരിച്ച് നിന്ന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാലനടുത്തേക്ക് വന്നിട്ട് പറയണ്ട, എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു പോയി. ഞാനാണല്ലോ ഈ കുടുംബത്തിലെ നാഥൻ. അപ്പോൾ ഞാനാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അനുസരിക്കുക. തൽക്കാലം ഇപ്പോൾ ഇതേ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഒരു കൈ അബദ്ധം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. തെറ്റ് അവൻ്റെ ഭാഗത്താണ്. അവൻ നമ്മളെ വീട്ടിൽ കയറി. ദേ, ഈ കൊലപാതകവുമായിട്ട് മീനാക്ഷിക്കോ നിങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. അത് കേൾക്കുമ്പോഴത്തേനും നമ്മൾ ഗോമതി പേടിച്ച് വരയ്ക്കാട്ടോ. അങ്ങനെയാണെങ്കിൽ ആർക്കാവും ബന്ധമെന്ന് പറയാം. പിന്നെ ശരി, ഞാൻ പറയാം, കൃഷ്ണമംഗലത്തെ അലോകിനെ കൊന്നത് ഞാനാണ്. ഈ കുറ്റം ഞാൻ അങ്ങ് ഏറ്റെടുക്കും. ഞാൻ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയും. അത് എങ്ങനെയാണെന്ന് പോലീസ് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. ഗോമതിയെ കൊല്ലാൻ വേണ്ടി അലോക് ദേവമംഗലത്തെത്തിയത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ഓടി വരുന്നത്. അങ്ങനെ ഞാനും അവനും തമ്മിലുള്ള പിടിവലിയിലാണ് ഇത് സംഭവിച്ചതെന്ന് ഞാൻ അങ്ങ് പറയും. അയ്യോ, അങ്ങനെ പറയല്ലേ ബാലേട്ടനെ, ഞാൻ സമ്മതിക്കില്ല. ബാലേട്ടനെ കുറ്റക്കാരാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ട് തുടങ്ങിട്ടോ. പിന്നല്ലാതെ എന്ത് ചെയ്യാനാ പറ, അങ്ങനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ ചെയ്യാതെ തെറ്റിന് ബാലേട്ടനെ ഞാൻ കുറ്റക്കാരനാക്കണമെന്നാണോ പറയുന്നത്? ഗോമതി, നമ്മുടെ കുടുംബം രക്ഷിക്കാനായിട്ട് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാവരുടെ ജീവിതവും തൊലയും. അറിയാലോ, നമ്മൾ ഈ കുടുംബം എത്രത്തോളം കഷ്ടപ്പെട്ടാൽ ഇവിടം വരെ കൊണ്ടെത്തിച്ചെന്ന് അറിയാലോ. ഇന്നത്തെ ഈ ഒരു നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടി ഈ കുടുംബം നമ്മളെ എവിടെ നിന്ന് തുടങ്ങി നിനക്ക് ഓർമ്മയുണ്ടോ? അതെല്ലാം ഒറ്റയടിക്ക് തകർത്ത് കളയണമെന്നാണോ നീ പറയുന്നത്? പറ. അയ്യോ ബാലേട്ടാ, എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി. പക്ഷേ ബാലനാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാതെ നേരെ പോലീസിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കണം കേട്ടോ. ആ സമയത്ത് അനുമോൾ ഓടി വരുക. അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ, എന്നിട്ട് പോലീസിനെ കീഴടങ്ങാൻ പോവാന്ന് പറയാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നീ അങ്ങോട്ട് മാറി നിൽക്കടി. അങ്ങോട്ട് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇത്രയും കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പരിഹാരം കാണണ്ടെന്നാണോ നീ പറയുന്നത്? അല്ല, അച്ഛനെ പോലീസ് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല അതിന് എന്നും പറഞ്ഞ് അനുമോൾ അങ്ങോട്ട് തടസ്സപ്പെടുത്തോട്ടോ. ഇല്ല, അച്ഛനെ പോലീസ് കൊണ്ടുപോവില്ല. ആ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്ന് പറയാം, ബാലേട്ടനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ല. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം ബാല എന്ന് പറയാം. നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ദേ, പോലീസിനെ വിളിക്കാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം. പോലീസിന് പറയാതെ നമുക്ക് വേറൊരു വഴിയില്ല. പോലീസ് അറിയാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന? അപ്പോൾ തന്നെ ഉടനെ സുകന്യ ഓടി വന്ന് ബാലനോട് പറയാം, നമുക്കിവൻ്റെ ബോഡി ആരും അറിയാതെ വേറെ എവിടെയെങ്കിലും കുഴിച്ചിട്ടേ വല്ലതും ചെയ്താലോ?
പോലീസുകാരെന്താ മണ്ടന്മാരാണെന്ന് നിൻ്റെ വിചാരം? ഇവൻ്റെ ബോഡി എവിടെ കൊണ്ട് കളഞ്ഞാലും പോലീസ് നായ മണം പിടിച്ച് ഈ വീട്ടിൽ തന്നെ എത്തും. അവരെന്താ ചുമ്മാ ഇരിക്കുകയാണെന്നല്ലേ വിചാരിച്ച്? പിന്നൊരു കാര്യം, അങ്ങനെ സംഭവിച്ചാലേ ഗൂഢാലോചനയുടെ പേരിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചകത്താവും. അത് വേണോ? പറ. അപ്പം സുകന്യയും ബാക്കി എല്ലാവരും പേടിച്ച് നിൽക്കണം കേട്ടോ. പക്ഷേ അച്ഛാ, ഞാൻ സമ്മതിക്കില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അനുമോളും, ദേ നീ മിണ്ടാതിരുന്നോളണം. ഞാനാണ് കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ഒരിക്കലും അന്വേഷണം നിങ്ങളിലേക്ക് വരില്ല. പോലീസിന് എന്തായാലും എന്നെ സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കൃഷ്ണമംഗലത്തുകാരുമായിട്ട് ദേവമംഗലത്തുകാർക്ക് കാലാകാലമായിട്ടുള്ള പക എല്ലാവർക്കും അറിയാമെന്നുള്ളല്ലോ. ആ പക തന്നെയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. അപ്പോൾ ഇവരാരും സമ്മതിച്ചു കൊടുക്കണില്ല. എന്നാലും ബാലൻ പറഞ്ഞിട്ട് പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ഈ കഥ അങ്ങ് വിശ്വസിച്ചോളും. പക്ഷേ ബാലേട്ടൻ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ ഞാനിത് സമ്മതിക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ബാലൻ ചോദിക്കുന്നത്, അപ്പോൾ എന്ത് വേണമെന്ന് നീ പറയുന്നത്? അലോക് നമ്മുടെ മകളുടെ മുറിയിൽ എന്തിനാ കയറിയെന്ന് ചോദിച്ചാൽ പോലീസ് ചോദിക്കില്ലേ? പറ, അതിനെന്ത് മറുപടി പറയും? അവളുടെ ഭാവി, അവളുടെ ജീവിതം എല്ലാം അതോടെ തകർന്നില്ലേ? അത് തകർക്കണോ? അതിനേക്കാളും ഞാൻ കുറ്റം സമ്മതിക്കല്ലേ നല്ലത് എന്ന് ബാലൻ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. പറ, തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് നടക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറ്റുമോ? ഒന്നിനും പറ്റില്ല. അതിനേക്കാളും നല്ലത് ഇതല്ലേ നല്ലത് എന്നിങ്ങനെ പറയട്ടോ. പക്ഷേ ഗോമതിയും അനുമോളൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അനുമോൾക്ക് താൻ കാരണമാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളൊരു വല്ലാത്ത കുറ്റബോധം കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് അവിടെ ഇരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡ്. വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്